അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, ഒരു ലോജിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താ പറയുന്നത്, പോയിൻറ്റിങ് ടു എ ഫോട്ടോഗ്രാഫ്, എ മാൻ സേസ് ഹീ ഈസ് ദ സൺ ഓഫ് മൈ ഫാദേഴ്സ് ഓൺലി സൺ. ഹൗ ഈസ് ദ മാൻ റിലേറ്റഡ് ടു ദ പേഴ്സൺ ഇൻ ദ ഫോട്ടോ? ഒരാൾ ഫോട്ടോയിൽ നോക്കിയിട്ട് പറയാണ്, അയാളെന്താ പറഞ്ഞത്, ഹീ സേസ് ദാറ്റ് ഹീ ഈസ് ദ സൺ ഓഫ് മൈ ഫാദേഴ്സ് ഓൺലി സൺ. ഓക്കെ, ഇതിൽ നിന്ന് മനസ്സിലായി, ഒരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് ഒരാൾ പറയാണ് എന്താണ്, ഹീ ഈസ് ദ മാൻ ഓഫ് മൈ ഫാദർ, അതായത് എൻ്റെ ഫാദറിൻ്റെ സണ്ണാണ്, എൻ്റെ ഫാദറിൻ്റെ സണ്ണാണ്. ഹീ ഈസ് ദ സൺ ഓഫ് മൈ ഫാദേഴ്സ് ഓൺലി സൺ. എൻ്റെ അച്ഛൻ്റെ ഏക മകൻ എന്ന് പറഞ്ഞാൽ ഇയാൾ തന്നെയല്ലേ, ഈ വ്യക്തി തന്നെയല്ലേ. എൻ്റെ അച്ഛൻ്റെ ഏക മകൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി തന്നെയല്ലേ. അത് നിങ്ങളെ ഒരു കുഴപ്പിക്കാനുള്ള ചോദ്യമാണ്. എൻ്റെ അച്ഛൻ്റെ ഏക മകൻ്റെ ഹീസ് ദ സൺ ഓഫ് മൈ ഫാദേഴ്സ് സൺ. അപ്പോൾ ഇയാളുടെ ആരായ ഇത്, അതായത് ഈ നിൽക്കുന്ന ആളുടെ മകനാണിത്, സണ്ണാണിത് ഈ ഫോട്ടോയിലുള്ളത്. ചോദ്യം എന്താ, ഹൗ ഈസ് ദ മാൻ ഇയാൾ ഈസ് റിലേറ്റഡ് ടു ദ പേഴ്സൺ ഇൻ ദ ഫോട്ടോയിലുള്ള പേഴ്സണായിട്ട് ഇയാൾ എങ്ങനെ റിലേറ്റ് ചെയ്തു? ഈ ഫോട്ടോയിലുള്ള പേഴ്സൻ്റെ ആരാണ്? അപ്പോൾ ഇയാൾ ഫാദറാണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റോങ് നമ്പർ ഇൻ ദ ഗിവൺ സീരീസ് ആണ്. 8, 27, 125, 343, 1381. തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓഡ് വൺ ഔട്ട്. അവിടെയൊക്കെ പറഞ്ഞാൽ സ്ക്വയർ ക്യൂബായിട്ട് ബന്ധമുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ നോക്കുന്ന സമയത്ത് ഒന്ന് പറയുന്നത് 2 ക്യൂബാണ്, അത് 8 ആണെന്ന് അറിയാം. 3 ക്യൂബ് എന്ന് പറയുന്നത് 27 ആണെന്ന് അറിയാം. അടുത്ത് പറയുന്നത് 5 ക്യൂബ് എന്ന് പറയുന്നത് 125 ആണെന്ന് അറിയാം. ഇനി 7 ക്യൂബ് ആണോ അടുത്ത് നോക്കുക, അത് പ്രൈം നമ്പേഴ്സാണ് പോകുന്നത് അല്ലേ. 7 ക്യൂബ് എന്ന് പറയുമ്പോൾ 7 49 ആണെന്നറിയാം. 49 × 7 63 6, 28 6 34 അല്ലേ, 34. അപ്പോൾ ഈ പറഞ്ഞ അതും കറക്റ്റാണ്. ഇതെന്ന് പറയുന്നത് എത്ര വരുന്നത് 7 ക്യൂബാണ്. അപ്പോൾ ഇത്ര വരെ ഉള്ള ആൻസർ കറക്റ്റാണ്, അതായത് ഇത്രയും വരെയുള്ള പാറ്റേൺ എന്ന് പറയുന്നത് കറക്റ്റാണ്. ഇതിൽ തെറ്റാൻ ഇനി സാധ്യതയുള്ള നമ്പർ ഇയാളാണ്. ഇയാൾ എന്തേ വരണ്ടുള്ളൂ, അപ്പോൾ 2, 3, 5, 7 അടുത്ത് 9 വരും. 9 വരില്ല, എന്താ വരിക, 11 ആണോ വരിക, 11 ക്യൂബാണ് വരേണ്ടത് അല്ലേ. 11 ക്യൂബാണോ വരേണ്ടത്? 11 ക്യൂബ് എത്രയാണ് നോക്കുക, 11 × 11 എന്ന് പറയുമ്പോൾ 121 × 11 അത്ര വരും. അതെത്ര വരും, 1 2 1 1 2 1 2 1 1 3 3 1 അല്ലേ. 1 3 3 1 ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഉള്ള ആൻസർ ഉള്ള സീരീസിൽ കൊടുത്തത്ര 1381. അപ്പോൾ ഇതാണ് തെറ്റ്. ശരിക്കും അവിടെ എത്രയാണ് വരേണ്ടത്, 11 ക്യൂബാണ് വരേണ്ടത്. അത് എത്രയാണ്, 1331 ആണ് വരേണ്ടത്. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തെന്താ, ₹10,000 ഈസ് ഡിവൈഡഡ് എമോങ് വർക്കേഴ്സ് ഇൻ ദ റേഷ്യോ 2:3:5. ദ ഷെയർ ഓഫ് ദ സെക്കൻഡ് വർക്കർ ഈസ് 10K ആണ് ഉണ്ടായിരുന്നത്. എത്ര ഉണ്ടായിരുന്നത്, 10K ആണ് ഉണ്ടായിരുന്നത്. റേഷ്യോ എന്ന് പറയുന്നത് 2:3:5 ആണ്. 10K ആയതുകൊണ്ട് ഈസിയാണ് കണ്ടുപിടിക്കുക. ദ ഷെയർ ഓഫ് സെക്കൻഡ്, അതായത് അതിലെ 3% എത്രയാണ് നോക്കിയത്, ഷെയർ ഓഫ് സെക്കൻഡ് വർക്കർ ഇയാൾക്ക് എത്ര കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ മൊത്തം എത്ര ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തത്, 5, 3, 8, 2, 10 ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. എന്താണ് 10 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ 10Kനെ ഡിവൈഡഡ് ബൈ 10 ഈക്വൽ പാർട്സ്. അപ്പോൾ എത്ര വരും, 1K എന്ന് വരും. അപ്പോൾ ഇയാൾ ഹോൾഡ് ചെയ്യുന്നത്, ഇയാളുടെ ഷെയർ എത്രയാണ്, 3K ആണ്. അതിൽ 3K എന്ന് പറയുമ്പോൾ എത്രയാണ്, 3000. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ മിക്സ്ചർ ഓഫ് എന്താണ് 60 ലിറ്റർ, the ratio of milk and water is 2:1. If the ratio of milk and water has to become 1:2, what quantity of water to be added? എത്ര വാട്ടർ ആഡ് ചെയ്യണം? അപ്പോൾ
എന്താണ് ആദ്യം എത്ര ലിറ്ററാണ്? ആദ്യം 60 ലിറ്ററാണ്. 60 ലിറ്ററിൻ്റെ ഒരു കേസിൽ നമുക്ക് പറയുകയാണ് എന്താ പറഞ്ഞത്, ഏത് റേഷ്യോയിലാണെന്നാണ് പറഞ്ഞത്? 2:1 ആണ്. എന്താണ് 2:1 എന്ന് പറഞ്ഞാൽ മിൽക്ക് ആൻഡ് വാട്ടർ റേഷ്യോ ആണ്. മിൽക്ക് വാട്ടർ 2:1 ആണ്. 2:1 ആണ്. അപ്പോൾ 2:1 എന്ന് പറയുന്ന സമയത്ത് മൊത്തം 60 ലിറ്ററാണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത പോലെ മൊത്തം 60 ലിറ്ററാണ് 2:1. അപ്പോൾ മൊത്തം എത്ര റേഷ്യോ എന്ന്? ആ 2ഉം 1ഉം ആഡ് ചെയ്യുക. 2+1 എന്ന് പറഞ്ഞാൽ 3. 2+1 എന്ന് പറഞ്ഞാൽ 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റിയത്. ഏത് 16നെ 3 ഈക്വൽ പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു 20. അതിൽ 20ൽ മിൽക്കിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 20 × 2 എന്ന് പറഞ്ഞാൽ 40 ലിറ്റർ മിൽക്കും ബാക്കി എന്ത് വരും? 1 ആണ്. അപ്പോൾ 20 ലിറ്റർ വാട്ടറുമാണ് എന്തുള്ളത് ആദ്യം ഉണ്ടായിരുന്നത്. മൊത്തം 60 ലിറ്ററാണ്. 60 ലിറ്ററിനെ 2:1 ആയി കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് മാറ്റി എഴുതാം. ഇനി ചോദിച്ചിട്ടുള്ളത് നമുക്ക് മാറ്റേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കട്ടെ, നമുക്ക് മാറ്റേണ്ടത് എന്താണ്? തിരിച്ചാണ്. ഈ നിൽക്കുന്ന മിൽക്കും ഉണ്ട് വാട്ടറും ഉണ്ട്. ഇതിനെ നമുക്ക് ഏതിലേക്കാണ് മാറ്റേണ്ടത്? 1:2, അതായത് 1:2ലേക്കാണ് മാറ്റേണ്ടത്. 1:2ലേക്കാണ്. 1:2ലേക്ക് മാറ്റുന്ന സമയത്ത് മിൽക്ക് എത്ര അവിടെ ഉള്ളത്? 40 ആണ്. 40. അതായത് 40 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. അതിനെ 2 ആക്കണം. അതായത് അതിൻ്റെ ഇരട്ടി വാട്ടർ വേണം. ഇരട്ടി വാട്ടർ എന്ന് പറഞ്ഞാൽ എത്ര വേണം? 80 ആയിരിക്കണം. എത്ര ആയിരിക്കണം? 80 ലിറ്റർ ആയിരിക്കണം. 80. അപ്പോൾ 40 ലിറ്റർ മിൽക്കും 80 ലിറ്റർ വാട്ടറും ഉണ്ടെങ്കിലേ എന്താവുള്ളൂ? ഈ പറഞ്ഞ റേഷ്യോയിലേക്ക്, അതായത് 2:1 എന്നുള്ളത് 1:2ലേക്ക് മാറ്റുള്ളൂ. അപ്പോൾ നേരെ 80 ഉണ്ട് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് 80 എന്ന് എഴുതരുത്. കാരണം നമുക്ക് ആദ്യം എത്ര ഉണ്ടായിരുന്നത്? ആദ്യം 20 ഉണ്ടായിരുന്നു. ആദ്യം 20 ലിറ്റർ വാട്ടർ ഉണ്ട്. അത് നമുക്ക് 80 ലിറ്റർ ആക്കണം. അപ്പോൾ എത്ര വേണം? 60 ലിറ്റർ എക്സ്ട്രാ വെള്ളം അതിലേക്ക് ഒഴിക്കണം. എത്ര ഫർദർ വാട്ടർ എത്ര ആഡ് ചെയ്യണമെന്നാണ് ചോദിച്ചത്. 60 ലിറ്ററാണ് ഒഴിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻസ് ഏജ് വാസ് 5 times ഹിസ് സൺസ് ഏജ് 5 years ago and will be 3 times of his son's age after 3 years. The ratio of their present age ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സണ്ണുണ്ട്, ഫാദറുണ്ട്. ഒരാളുടെ വയസ്സെന്ന് പറയുന്നത് 5 times ഓഫ് ഹിസ് സൺസ് ഏജ്, 5 കൊല്ലം മുന്നേ. അപ്പോൾ നമുക്ക് സണ്ണിൻ്റെ ഏജ് X ആയിട്ടും ഫാദറിൻ്റെ ഏജ് 5X ആയിട്ടും എടുക്കാം. 5 കൊല്ലം മുന്നത്തെ കാര്യമാണ് പറഞ്ഞത് അല്ലേ? നമുക്ക് തന്ന ഡാറ്റ അതാണ്. അപ്പോൾ അത് പ്രൈമറി ആയിട്ട് ആദ്യം എടുത്ത് എഴുതാം. 5 times ഓഫ് ഹിസ് സൺസ് ഏജ്, അതായത് മകൻ്റെ വയസ്സിനേക്കാൾ 5 തവണ ആണ് ആരെ വയസ്സ്? അച്ഛൻ്റെ വയസ്സ്. ഇത് എപ്പോഴുള്ള കാര്യമാണ്? 5 കൊല്ലം മുന്നേ ഉള്ള കാര്യം. 5 കൊല്ലം മുന്നേ ഉള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇപ്പോഴത്തെ കാര്യം എഴുതിക്കൂടെ? അതായത് 5 കൊല്ലം മുന്നത്തെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മകൻ ഇപ്പോൾ X+5 ആയിട്ടുണ്ടാവും, അച്ഛനോ 5X+5 ആയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിച്ച ആ കാര്യം എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? 5 കൊല്ലം മുന്നേ, ഇതാണ് ഇപ്പോഴത്തെ വയസ്സെങ്കിൽ 5 കൊല്ലം മുന്നേ എന്ന് പറഞ്ഞാൽ 5 കുറച്ചതാണ്. അപ്പോൾ നേരെ 5 കൊല്ലം മുന്നത്തെ വയസ്സിന് നമ്മൾ Xഉം അച്ഛൻ്റെ നമ്മൾ 5X ആയിട്ട് എടുത്തു. അപ്പോൾ 5 കൊല്ലത്തിന് ശേഷം ഇതായിരിക്കും ആ ഒരു ഏജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വായിക്കുക. ആൻഡ് വിൽ ബി 3 times ഓഫ് ഹിസ് സൺസ് ഏജ് ആഫ്റ്റർ 3 years. ഓക്കെ, 3 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 3 times ആയിരിക്കും. അപ്പോൾ 3 കൊല്ലം കഴിഞ്ഞിട്ട് കേസ് +3, 3 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സ് ഏജിൽ കൂടെ 5, അതായത് 5 ആയിരുന്നു പ്ലസ് ചെയ്തത്, 3 കൊല്ലം കൂടി കഴിഞ്ഞാൽ അതാവും 8 ആവും. അതായത് X+5+3 അത് 8 ആവും. ഇപ്പുറത്ത് എന്തായിരിക്കും? 5X+8. ഇനി ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ട്? അതായത് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഹിസ് സൺസ് ഏജ് എന്ന് പറയുന്നത് 3 times ആണ്. അതായത് മകൻ്റെ വയസ്സിൻ്റെ 3 തവണയാണ് അച്ഛൻ്റെ വയസ്സ്. അതായത് മകൻ്റെ വയസ്സ് ഇതെന്ന് പറയുന്നത് 3 തവണ അച്ഛൻ്റെ വയസ്സാണ്. അതൊന്നും കിട്ടിയില്ലേ? അതായത് ഈ പറഞ്ഞ അച്ഛൻ്റെ വയസ്സുണ്ടല്ലോ, അതായത് 3 കൊല്ലം കഴിഞ്ഞിട്ടുള്ള അച്ഛൻ്റെ വയസ്സ് 5X+8 എന്ന് പറയുന്നത് 3 times ഓഫ് മകൻ്റെ വയസ്സ്. 3 times ഓഫ് മകൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ മകൻ്റെ വയസ്സ് എത്രയാണ്? X+8. X+8 ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് ആലോചിച്ചാൽ മതി, കിട്ടും. X+8 ആണ്. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്താൽ മതി.
അപ്പോൾ എന്തായി 5x + 8 എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഓപ്പൺ 3x + 8 4 3 8s എത്ര 24. ഇനി അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്യുന്ന സമയത്ത് 2x അല്ലേ, എന്താണ് 5x എന്ന് 3x കിട്ടും, ഒരു ഇത് കുറയ്ക്കും, ഈക്വൽ ടു എന്ത് വരും 24 കുറയ്ക്കണം അല്ലേ, 24 കുറയ്ക്കണം 8 16 വരും അല്ലേ. 2x = 16 വരും. x = 8 എന്ന് വരും. അപ്പോൾ എന്താ കിട്ടിയത്, x 8 ആണ് കിട്ടി അല്ലേ. ഈ x ആണ് 8. നമ്മളോട് ചോദിച്ചെന്താ പ്രസൻറ്റ് റേഷ്യോ ചോദിച്ചത്, പ്രസൻറ്റ് റേഷ്യോ ആണ് ചോദിച്ചത്, അവരുടെ പ്രസൻറ്റ് ഏജിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചത്. അപ്പോൾ x 8 ആണ് കിട്ടി. പ്രസൻറ്റ് ഏജ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നത്, പ്രസൻറ്റ് ഏജ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ. അതിൻ്റെ റേഷ്യോ നോക്ക്, മകൻ എത്ര വയസ്സായിട്ടുണ്ടാവും, മകൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ x + 5 അല്ലേ. x + 5, x എത്ര 8, 8 + 5 എന്ന് പറഞ്ഞാൽ 13 വയസ്സ്, മകന് 13 വയസ്സ്. അതിൻ്റെ റേഷ്യോ ആണ് റേസ് ടു. അതിന് ഇനിയിപ്പോൾ ചെറുതാക്കണമെങ്കിൽ നമുക്ക് താഴേക്ക് ചെറുതാക്കാം. അച്ഛൻ്റെ വയസ്സെന്നാൽ 5x + 8, 5x + 8. അപ്പോൾ 5 × x, 5 × x എന്ന് പറയുമ്പോൾ എത്രയാണ് 8 5 40 അല്ലേ. 40 + 5 45. ക്ലിയർ ആണോ? 45 13:45. അല്ലെങ്കിൽ മകന് 13 വയസ്സാണെങ്കിൽ അച്ഛൻ്റെ വയസ്സ് എത്രയാണ് 45. അച്ഛന് 45 വയസ്സാണെങ്കിൽ മകൻ എത്ര വയസ്സാണ് 13 വയസ്സ്. അവരുടെ ഇപ്പോഴത്തെ വയസ്സാണ് പറഞ്ഞത്. ഏത് ഓപ്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട 13. ഇതിനെ ചെറുതാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതിപ്പോൾ ചോദിച്ചത് റേഷ്യോ ഓഫ് ദെയർ പ്രസൻറ്റ് ഏജാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ദ മന്ത്ലി ഇൻകം of A and B are in the ratio 3:2 and their monthly expense are in the ratio 5:3. If each of them saves 1000 per month and then A's income എത്രയാണ്, എൻ്റെ ഇൻകം എത്രയാണെന്നാണ്. മന്ത്ലി ഇൻകം ഓഫ് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. അവരുടെ റേഷ്യോ ഓഫ് ദെയർ മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത് 3:2 ആണ്. ആൻഡ് ഫസ്റ്റ് തന്നത് സേവിങ്സ് ആണ്. മന്ത്ലി ഇൻകം 3:2 ആണ്. ഇനി അവരുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയാണ് 5:3 ആണ്. അതായത് ഇത്ര എമൗണ്ട് ഇവർക്ക് കിട്ടുന്നുണ്ട്, 3:2 റേഷ്യോയിലുള്ള എമൗണ്ട് കിട്ടുന്നുണ്ട്. എക്സ്പെൻസ് ഇതാണ്, എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇതാണ്. എക്സ്പെൻസ് കഴിഞ്ഞ് രണ്ടാണ് സേവ് ചെയ്യുന്നത്, ഈ ഒരു എമൗണ്ട് ആണ്. സേവ് ചെയ്യുന്നത് എത്ര 1000 ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇൻകം എത്ര? അപ്പോൾ ഇയാൾ സേവ് ചെയ്യുന്നത് രണ്ടാളും എത്ര 1000, രണ്ടാളും 1000. അപ്പോൾ 1000 ഇയാളും 1000 ആണ് സേവ് ചെയ്യുന്നത്. ഇത് സേവ് ചെയ്യുന്നത്, ഇത് എക്സ്പെൻസ്, ഇത് ഇൻകം അല്ലേ. ഈ 1000നെ ഏറ്റവും സ്മോളസ്റ്റ് റേഷ്യോയിലേക്ക് കൊണ്ടുവന്നാൽ 1:1 ആണ് രണ്ടാളും സേവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവരുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയാണ്? അതായത് ഇയാൾ 1000 ആണ് സേവ് ചെയ്യുന്നത്, അത് 1 ആണ്. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ 5000 ആണ് എൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. എക്സ്പെൻസ് ഓഫ് എ എന്ന് പറയുന്നത് 5000 ആണ്. ഓക്കെ, അതിൻ്റെ കൂടെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, 1000 rupees അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്. മൊത്തം എത്രയായി 6000 ആണ് അയാൾക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് അല്ലേ. എക്സ്പെൻസിൽ നിന്ന് ബാക്കിയുള്ളതാണല്ലോ അയാൾ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 6000 ആണ്. ഇനി ഇതേപോലെ മറ്റേത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക്. മറ്റേത് 3000 + 4000 ആണ് അല്ലേ. ഇവിടെ എത്ര വരും? ബീൻ്റെ കേസിൽ ഇതിപ്പോൾ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബീൻ്റെ കേസിലാണെങ്കിൽ എത്ര വരും? 3000 + 1000 അയാൾ സേവ് ചെയ്യുന്നത്, മൊത്തം 4000. 4000 ആൻഡ് 6000. അപ്പോൾ അതിൻ്റെ റേഷ്യോ എത്രയായി? 3:2 ആയില്ലേ അല്ലേ, എൻ്റെയും ഇതിൻ്റെയും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളൂ, എൻ്റെ മന്ത്ലി ഇൻകം ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എക്സ്പെൻസിൻ്റെ കൂടെ അയാൾ സേവ് ചെയ്യുന്ന 1000 കൂടെ ആഡ് ചെയ്തു, 6000 കിട്ടി. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ ചോദിച്ചത്? ദ റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ ക്ലാസ് ഈസ് 3:2
When 6 more girls join the class, the ratio become 6:7. How many boys are there in the school? എത്ര ബോയ്സ് ആണ് സ്കൂളിലുള്ളത് എന്നാണ് ചോദ്യം. ഒന്നുമില്ല. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് ബോയ്സ് ഉണ്ട് ഗേൾസ് ഉണ്ട്. റേഷ്യോ എന്ന് പറയുന്നത് ഒരു 3x ആണ്. അതുപോലെ തന്നെ അതായത് ബോയ്സ് 3x ഉണ്ടായിരിക്കും, ഗേൾസ് 2x ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. ഇനി 6 പേരും കൂടിയപ്പോൾ ആ റേഷ്യോ 6:7 ആയി. അപ്പോൾ തന്നെ എങ്ങനെ എഴുതാമെന്നറിയോ? 3x എന്ന് പറയുന്നത് എന്താണ്? ബോയ്സ് ആണ്. ബോയ്സ് അപ്പോൾ അതായത് 6 പേര് കൂടിക്കഴിഞ്ഞാൽ എത്രയാണ് വരിക? 3x തന്നെയല്ലേ വരിക? ബോയ്സ് മാറുന്നില്ല. ഗേൾസിൻ്റെ റേഷ്യോ മാറുന്നത്. ഗേൾസിൻ്റെ റേഷ്യോ ആദ്യം എത്രയായിരുന്നു? 2x ആയിരുന്നു. 2xൻ്റെ കൂടെ എത്ര ആഡായി? 6 ആഡായി. അപ്പോഴുള്ള റേഷ്യോ എത്രയാണ്? 6:7 ആണ്. ഇങ്ങനെ എഴുതിയാൽ മതി. ഈ രീതിയിൽ എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 21x അല്ലേ, 21x പ്ലസ് ഇതിനെ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 12x പ്ലസ് 36 അല്ലേ. 21x ഇവിടെ ഈക്വൽ ടു ഒന്നും ഇട്ടില്ല നമ്മൾ. ഇതെങ്ങനെ എഴുതാം? 21x ഈക്വൽ ടു എന്ത് വരും? ഇവിടെ പ്ലസ് അല്ലല്ലോ, ഇവിടെ വരാനുള്ളത് ഈക്വൽ ടു ആണ്. അപ്പോൾ ഇവിടെ ഈക്വൽ ടു ഇടുക. ഓക്കെ, ഈക്വൽ ടു 21x ഈക്വൽ ടു ഇത് ഈക്വൽ ടു ആണല്ലോ, അതായത് ഈക്വൽ ടു 2 ഭാഗം. അപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്തു, ഈക്വൽ ടു ഇങ്ങനെ. ഓക്കെ, 21x ഈക്വൽ ടു 12 പ്ലസ് 36. അത് എത്ര വരും? 12x ഉണ്ട് കേട്ടോ ഇവിടെ, 12x ഉണ്ട്. ആ 12xന് ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? 21 ഓർക്കണം, 11 2 9x വരും. 9x ഈക്വൽ ടു 36. അപ്പോൾ x ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 9 എന്ന് പറയുമ്പോൾ x ഈക്വൽ ടു 4. എന്തിനാണ് അത് കണ്ടുപിടിച്ചത്? x എന്ന് പറയുന്നത് 4 ആണ്. നമുക്ക് എന്താ വേണ്ടത്? ബോയ്സിൻ്റെ എണ്ണം 3x ആണ്. അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3 × 4 = 12. ക്ലിയർ? ബോയ്സിൻ്റെ എണ്ണം എന്തായി? 12 ആണ്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 93. The difference between simple and compound interest compounded annually on a certain sum of money for 2 years at 4% of interest per annum is ₹1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് എന്താ ചോദിച്ചിട്ടുള്ളത്? ഡിഫറൻസ് അല്ല ചോദിച്ചിട്ടുള്ളത്, ഡിഫറൻസ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി ആണ്. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റാണ്. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? ആനുവലി ഓൺ എ സെർട്ടൈൻ സം ഓഫ് മണി 2 years പറഞ്ഞിട്ടുണ്ട്, 4% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വരുന്നത് എങ്ങനെയാണ്? ഇക്വേഷൻ ഡി എന്ന് പറയുന്നത് ഡിഫറൻസ്. ഡി ഈക്വൽ ടു പി ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പൽ എമൗണ്ട് ആയിരിക്കും അല്ലേ, ബൈ 6 ഡിവൈഡഡ് ബൈ 100. എത്ര ഇയേഴ്സാണ്? റേസ് ടു എന്നാ ഇയേഴ്സ് ഇവിടെ എത്രയാണ്? ഇവിടെ 2 yearsനാണ്. അപ്പോൾ അതെങ്ങനെ വരും? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇപ്പം തന്നിട്ടുണ്ട് എന്ത്? ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ആ ഡിഫറൻസും തന്നിട്ടുണ്ട്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര? വിച്ച് ഇംപ്ലൈസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഡിഫറൻസ് തന്നിട്ടുണ്ട്. നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 1 ഈക്വൽ ടു പി ഇൻറ്റു 6 എത്രയാണ്? 4 ആണ്. 4/100 റേസ് ടു 2 വീണ്ടും 1 ഈക്വൽ ടു പി ഇൻറ്റു 4/100 1/25 എന്ന് എഴുതാം. അതിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഇംപ്ലൈസ് എന്താണ്? 1 ഈക്വൽ ടു പി ഇൻറ്റു 1/625 അല്ലേ? അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ 625 അല്ലേ? ഈ 625 ഈക്വൽ ടു ഇങ്ങോട്ട് വരുന്ന സമയത്ത് അല്ലേ എന്തായിരിക്കും? പി ഈക്വൽ ടു അതായത് p/625 അത് ഇൻറ്റു 1 അല്ലേ വരുന്നത്. ഈക്വൽ ടു ഇതിന് എന്ത് എഴുതാം? p/625 ഈക്വൽ ടു 1. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് എഴുതാം? p ഈക്വൽ ടു 625. p ഈക്വൽ ടു 625 ആണ് ആൻസർ. 625. ഓക്കെ, ക്ലിയർ?
അടുത്ത ക്വസ്റ്റ്യൻ 94 ആണ്. എ ബി സി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20 days, 30 days ആൻഡ് 60 days റെപ്രസെൻറ്റേറ്റീവ്ലി ഇൻ റെസ്പെക്റ്റീവ്ലി മാറി വയസ്സാണ്. ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ എ ഡു ദ വർക്ക് ഇഫ് ഹി അസിസ്റ്റ് ബി ആൻഡ് സി ഓൺ തേർഡ് ഡേ. എവറി തേർഡ് ഡേ ബീനെയും സീനെയും കൂടി അയാൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് എ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് 20 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ ഫസ്റ്റ് ഡേ അയാൾ 1/20 വർക്കിൻ്റെ 1/20 ഇയാൾ ചെയ്തിട്ടുണ്ടാവും. അതായത് 20 ദിവസം കൊണ്ടാണല്ലോ ഇയാൾ തീർക്കുന്നത്, ഇവർ 30 ദിവസം കൊണ്ടാണ് തീർക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഡേ മൊത്തം 20 ദിവസം മതി, ഒന്നാമത്തെ ഡേ 1/20 ചെയ്യുന്നുണ്ടാവും. ഇനി സെക്കൻഡ് ഡേ ഇയാൾ വീണ്ടും അടുത്ത 1/20 ചെയ്തു അല്ലേ. അതായത് ഓൾറെഡി 1/20 ചെയ്തു, സെക്കൻഡ് ഡേയിൽ 1/20 ചെയ്തു. തേർഡ് ഡേ ഇയാൾ എന്ത് ചെയ്യും അറിയോ? ഇയാളുടെ 1/20 ചെയ്യും, കൂടാതെ മറ്റുള്ളവരുടെ വർക്കും കൂടി ചെയ്യും. മറ്റുള്ളവരുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ബീൻ്റെ എന്ന് പറഞ്ഞാൽ 1/30 പ്ലസ് 1/60 ഇതും കൂടി അയാൾ ചെയ്യും. ഐഡിയ മനസ്സിലായോ? ഒന്നാമത്തെ ദിവസം ഇയാൾ വർക്ക് ചെയ്തു, രണ്ടാമത്തെ ദിവസം ഇയാൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്തു, മൂന്നാമത്തെ ദിവസം ഇയാൾ എന്ത് ചെയ്തു? ഇയാളുടെ വർക്കും മറ്റുള്ള വർക്കൊക്കെ എത്രയാണ്? ഇത്രയും വർക്കാണ് അയാൾ ഒരു ദിവസം ചെയ്തിട്ടുണ്ടാവും. അതായത് 30 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ദിവസം അയാൾ എത്ര കംപ്ലീറ്റ് ചെയ്യും? 1/30 ചെയ്തിട്ടുണ്ടാവും. 60 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾ ഒരു ദിവസം എത്രയായാലും 1/60 ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എന്താ ചോദിച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഡേയ്സ് ക്യാൻ എ ഡു എ വർക്ക് ഇഫ് ഹി അസിസ്റ്റ്? എത്ര ദിവസം കൊണ്ട് അയാൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതിലൊക്കെ ബേസ് 16 ആക്കിയാൽ മതി. ബേസ് 16 ആക്കുന്ന സമയത്ത് ഇവിടെ 3 പ്ലസ് ഇവിടെ എന്ത് വരും? 2 പ്ലസ് 1 6/60 ഈക്വൽ ടു എന്താണ്? 1/10 കിട്ടും അല്ലേ? ഈക്വൽ ടു 1/10 കിട്ടും. ഓക്കെ, ഈ 1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം മാത്രം ചെയ്തത്, അതായത് തേർഡ് ഡേൻ്റെ മാത്രമാണ് 1/10 എന്ന് പറഞ്ഞത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 3 ദിവസം അയാൾ ചെയ്ത പണി എത്രയാണ്? അതായത് ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേയും കൂടിയും കൂട്ടിയിട്ട് ഇയാൾ ചെയ്ത വർക്ക് എത്രയായിരിക്കും? ഈക്വൽ ടു ഫസ്റ്റ് ഡേ 1/20 ചെയ്തു, സെക്കൻഡ് ഡേ 1/20 ചെയ്തു, തേർഡ് ഡേ അയാൾ ചെയ്തത് 1/10 ഓഫ് ദ വർക്കാണ്. മൊത്തം എത്ര വരും? 20 ബേസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ 1 + 2 എത്ര വരും? 4/20 എത്ര വരും? 4/20 അല്ലേ? അതെത്രയാണ്? 1/5 1/5 വർക്ക് ഇൻ 3 ഡേ. അതായത് 3 ദിവസം കൊണ്ട് 1/5 ഓഫ് ദ വർക്ക് ചെയ്തു. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5/5 ആകുമ്പോഴാണ്. 5/5 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് 1/5 വർക്ക് 3 ദിവസം കൊണ്ട് ചെയ്തു. അതെന്താവണം? 5/5 ആവണമെങ്കിൽ ഇൻറ്റു 5 ചെയ്യേണ്ടത്. അതായത് 5 ദിവസം വേണമെന്ന് മനസ്സിലായോ? 5 ദിവസം എന്ത് വേണം? സോറി, 5 ദിവസം എന്നല്ല, നമ്മളെന്താ പറയേണ്ടത്? അതായത് ഇതിന് 5/5 ആക്കണമെങ്കിൽ ഇത് 3 ദിവസം ചെയ്ത വർക്കാണ്. ഇങ്ങനത്തെ എത്ര വർക്ക് ചെയ്യണം? 5 വർക്ക് ചെയ്യണം. മനസ്സിലായോ? ആ പറഞ്ഞ രീതി മനസ്സിലായോ? ഈ 1/5 വർക്ക് ചെയ്തത് 3 ദിവസം കൊണ്ടാണ്. ഇങ്ങനത്തെ 5 വർക്ക് ചെയ്യണം. അതായത് 5 വർക്ക് ഇങ്ങനെ ചെയ്യണം. 3 ദിവസത്തെ 5 വർക്ക് ചെയ്യണം. അപ്പോൾ എത്ര ദിവസം വരും? 15 ദിവസം വരും. മനസ്സിലായോ? 3 × 5 എത്ര വരും? 15 ഡേയ്സ്. എത്ര ദിവസം എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, ഒന്നും കൂടിയും പറഞ്ഞുതരാം. അതായത് ABC ഒരു വർക്ക് ചെയ്യുന്നത് 20, 30, 60 ആണ്. അങ്ങനെയാണെങ്കിൽ എക്ക് ആ വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ കഴിയും? കാരണം ഈ എ എന്ത് ചെയ്യുന്നുണ്ട്? ബിനെയും സിനെയും പോയി അസിസ്റ്റ് ചെയ്യുന്നുണ്ട് തേർഡ് ഡേ. അപ്പോൾ ഫസ്റ്റ് ഡേ
എ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞാൽ 1/20 ഓഫ് വർക്കാണ് ഡൺ ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് എ ചെയ്യുന്നത് 1/20 വർക്കാണ്. കാരണം എ 20 ദിവസം കൊണ്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി തേർഡ് ഡേയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ 1/20 ചെയ്യും, മറ്റേ ആളുടെ 1/30 ചെയ്യും, സീൻ്റെ 1/16 ചെയ്യും. അപ്പോൾ മൊത്തം 1/10 വർക്ക് എ എന്ത് ചെയ്തിട്ടുണ്ട്, തേർഡ് ഡേ ചെയ്തിട്ടുണ്ട്. ഇനി ഈ 3 ദിവസം കൂടി എ ചെയ്ത വർക്ക് എത്ര കാൽക്കുലേറ്റ് ചെയ്യാം. 3 ദിവസം കൂടി എ ചെയ്ത വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 1/20, 1/20, 1/10, അതായത് ഫസ്റ്റ് ഡേ 1/20, സെക്കൻഡ് ഡേ 1/20, തേർഡ് ഡേ 1/10 ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് എ ചെയ്ത വർക്ക് എത്രയാണെന്ന് കിട്ടും. 1/5 വർക്കാണ്. അതായത് മൊത്തം വർക്കിൻ്റെ 1/5 ഓഫ് ദ പാർട്ട് അദ്ദേഹം 3 ദിവസം കൊണ്ട് ചെയ്തു. അപ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ 1/5 ഓഫ് ദ വർക്ക് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ, അതായത് 1/5 ഓഫ് ദ വർക്ക് കംപ്ലീറ്റ് ആയി ബാക്കി ഫുൾ വർക്ക് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ 5 ടൈംസ്, അതായത് 5/5 എന്ന് പറയുമ്പോൾ ആണല്ലോ അത് കംപ്ലീറ്റ് ആവുക. അതായത് വിച്ച് മീൻസ് 5 ടൈംസ് ഈ ചെയ്ത പണി വീണ്ടും ചെയ്യണം. 5 തവണ അല്ലെങ്കിൽ 5 തവണ ഈ പറഞ്ഞ സാധനം റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ 5 ടൈംസും കൂടി അതെന്ത് ചെയ്യണം. ഈ 1/5 ചെയ്തത് എത്ര ദിവസം കൊണ്ടാണ്? 3 ദിവസം കൊണ്ടാണ്. എന്താണ്? 3 ദിവസം കൊണ്ടാണ് ചെയ്തത്. 1/5 ഇൻ 3 ഡേയ്സ്. അങ്ങനത്തെ 5 എണ്ണം വേണം. മൊത്തം എത്ര വേണം? 3 × 5 15 ഡേയ്സ് വേണം. എന്ത് വേണം? 15 ഡേയ്സ് വേണം. ക്ലിയർ? ഓപ്ഷൻ ബി 15 ഡേയ്സാണ് വേണ്ടത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റെഡി? Okay, what is the probability of getting a sum 9 from 2 throws of a dice? 2 തവണയാണ് ഡൈസ് എന്ത് ചെയ്തിട്ടുള്ളത്, ത്രോ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ പോസിബിലിറ്റി അല്ലെങ്കിൽ പോസിബിൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 36 ആയിരിക്കും. 36 ഔട്ട് ഓഫ് 36 ആയിരിക്കും. അതിൽ സമ്മ് 9 വരണം. സമ്മ് 9 എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 അല്ലേ? സമ്മ് 9 വരെയുള്ള പോസിബിലിറ്റി എത്ര? 3 വന്നു കഴിഞ്ഞാൽ 6 വരാം, 4 വന്നു കഴിഞ്ഞാൽ 5 വരാം, ഇനി 5 വന്നു കഴിഞ്ഞാൽ 4 വരാം, 6 വന്നു കഴിഞ്ഞാൽ 3 വരാം. മൊത്തം എത്ര പോസിബിലിറ്റി ഉണ്ട്? 4 ഉണ്ട്. 4/36 1/9. ഓക്കെ, ക്ലിയർ? Okay. Question. The sum of digits of 2 digits number is 11. If we add 45 to the number, the new number obtained is the number formed by interchanging of digits. What is the number ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ ഡിജിറ്റുകൾ ആഡ് ചെയ്തപ്പോൾ 11 കിട്ടിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഫ് വി ആഡ് 45 ടു ദ നമ്പർ, ആ നമ്പറിനോട് 45 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ ന്യൂ നമ്പർ ഒബ്റ്റെയിൻഡ് ഈസ് ദ നമ്പർ ഫോംഡ് ബൈ ദ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്. അതായത് ആദ്യം ഉണ്ടായിരുന്ന നമ്പർ AB ആണെങ്കിൽ A+B ചെയ്തപ്പോൾ എന്ത് കിട്ടി? 11 കിട്ടി. ഇനി AB എന്ന് പറഞ്ഞാൽ ഇത് ഇൻറ്റു അല്ല കേട്ടോ, 2 നമ്പറാണ്. എയും ബി എന്ന് പറഞ്ഞാൽ 2 നമ്പറുകളാണ്, 2 ഡിജിറ്റ് നമ്പറാണെന്ന് വിചാരിക്കുക. അതിനോടുകൂടി 45 ആഡ് ചെയ്തപ്പോൾ 45 ആഡ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? ഇത് ഇൻ്റർചേഞ്ച് ചെയ്ത നമ്പറാണ്, BA കിട്ടിയത്. അപ്പോൾ ഇവിടെ നിന്ന് ജനറലായിട്ട് എന്ത് കാര്യം മനസ്സിലായി? എയും ബിയും കൂട്ടിയ 1 കിട്ടും. തിരിച്ച് കിട്ടി ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടിയ ആൾ ബിയും എയും കിട്ടിയാൽ തന്നെ എന്ത് കിട്ടണം? അതായത് ബിയും എയും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? ബിയും എയും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? ഈ പറഞ്ഞ 11 തന്നെ കിട്ടണം. 11 എന്നല്ലേ പറഞ്ഞത്, ഇവിടെ 1 എന്ന് എഴുതി, 11 തന്നെ കിട്ടണം. അപ്പോൾ 2 രീതിയിൽ ഓപ്ഷനിൽ നോക്കിയാൽ മതി. 11 വരുന്ന ഓപ്ഷൻസ് നോക്കുക. അതുപോലെ തന്നെ 45 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ അത് തിരിച്ചിട്ട നമ്പറാണോ കിട്ടുന്നത് നോക്കുക. ഓക്കെ, ഇവിടെ നോക്ക്. 3 + 8 എത്രയാണ്? 3 + 8 എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. ആദ്യത്തെ നമ്പറാണ് നമ്മളോട് ചോദിച്ചിട്ടില്ല. 8 4 എത്രയാണ്? ഇവിടെ എത്ര വരും? ഇവിടെ 4 + 8 എന്ന് പറയുന്നത് 12 ആണ്. ഇവിടെ 4 + 7 എന്ന് പറയുന്നത് 11 ആണ്. ഇവിടെ 5 + 4 എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 11 2 ഓപ്ഷനാണുള്ളത്. 2 ഓപ്ഷൻ 47ഉം 38ഉം. ഇനി അതിനോട് 45 കൂട്ടുമ്പോൾ തിരിച്ചിട്ട നമ്പറാണോ കിട്ടുന്നത് നോക്ക്. 47 അല്ലേ? 47
പ്ലസ് 45 2 9 അല്ല, ഇതിൽ വരില്ല അല്ലേ, ഇതിൽ വരില്ല. ഇനി 38 പ്ലസ് 45 3 1 എത്ര കിട്ടും? 83 അല്ലേ. ഇത് തിരിച്ചിട്ടല്ലേ വന്നത്? 38 തിരിച്ചിട്ട് 83 അല്ലേ കിട്ടിയത്? ഇതല്ലേ ആൻസർ വരിക. നമ്മുടെ ആൻസർ ഇതാണ്. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. നമുക്ക് ഇത് അടുത്ത പാർട്ടിൽ ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.